മുൻ അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത് ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായങ്ങളാണ്. 1, 2, 3 അധ്യായങ്ങൾ. നമ്മൾ ശ്രമിച്ചത് ദൈവത്തിൻ്റെ ആരംഭത്തിലുണ്ടായിരുന്ന ഉദ്ദേശം എന്താണെന്നാണ് മനുഷ്യനെ സംബന്ധിച്ച്. അതുപോലെ എങ്ങനെയാണ് മനുഷ്യൻ പാപത്തിൽ വീണത്, എങ്ങനെയാണ് പിശാച് അവരെ വഞ്ചിച്ചത്, അങ്ങനെ നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാൻ കഴിയും. കാരണം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം, ആദമിനെക്കുറിച്ച് എന്തുദ്ദേശം അതുതന്നെയാണ്. അവിടെ ആദാം തോറ്റു. ആ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. എന്നാൽ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് എങ്ങനെ ആണ് പിശാച് ആദമിനെ അവയെയും നഗ്നരാക്കിയത് മനസ്സിലാക്കിയാൽ നമുക്കതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയും. എല്ലാ ദൈവത്തിൻ്റെ വചനവും നൽകപ്പെട്ടിരിക്കുന്നത് ദൈവ മനുഷ്യർ തികഞ്ഞവരായി തീരുവാൻ വേണ്ടിയാണ്. അങ്ങനെ പിശാചിന്റെ തന്ത്രങ്ങളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തെക്കുറിച്ച് നമുക്ക് തുടർന്ന് പഠിക്കാം. എങ്ങനെയാണ് മനുഷ്യൻ പാപത്തിൽ വീണതെന്നും അതിന്റെ ഫലം എന്തായിരുന്നുവെന്നും, എങ്ങനെയാണ് മനുഷ്യൻ വിശ്വാസത്തിൽ ജീവിക്കേണ്ടതെന്നും തന്നിൽ ആശ്രയിക്കേണ്ടതെന്നും അവനിൽ തന്നെ ആശ്രയിക്കുന്നതിന് പകരം ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പം എന്താണ് സംഭവിച്ചത്? ഹവ്വ പാപം ചെയ്തപ്പം ഒന്നാമത്തെ കാര്യം അവർ ചെയ്തത്, അവർ തമ്മിൽ ഒളിച്ചിരുന്നു. അവർ ദൈവത്തിൽ നിന്ന് ഒളിച്ചിരുന്നു. ഇത് പാപത്തിന്റെ ഒരു ഫലമാണ്. നാം ഒളിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ വായിക്കുന്നു, അവർ രണ്ടും മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരുന്നു. ആ തോട്ടത്തിൽ. ഇതിനേക്കാളും മണ്ടത്തരമായ ഒരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? നിങ്ങൾ ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരുന്നാൽ ദൈവം നിങ്ങളെ കാണുകയില്ല എന്ന്. പാപം മനുഷ്യനെ ഒരു മൂഢനാക്കി മാറ്റും. അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. ആദാം പോയി ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നു. അങ്ങനെ അവന് മറഞ്ഞിരിക്കാൻ കഴിയുമെന്ന് അവൻ വിചാരിക്കുന്നു. മറ്റൊരു കാര്യം, അവൻ അത്തിയില കൊണ്ട്, അവർ രണ്ടുപേരും അത്തിയില കൊണ്ട് 7-ാം വാക്യത്തിൽ അവർ പെട്ടെന്ന് കണ്ടെത്തി അവർ നഗ്നരാണെന്ന്. അവരത് അംഗീകരിക്കാൻ തമ്മിലായിരിക്കുന്നത് പോലെ ഇപ്പോൾ അവർക്ക് ലജ്ജ തോന്നുന്നു. പാപം വരുന്നതിന് മുമ്പ് ഉൽപ്പത്തി പുസ്തകം 2-25 അവർ രണ്ടുപേരും നഗ്നരായെന്ന്. എന്നാൽ അവർക്ക് ലജ്ജയില്ല. എവിടെ പാപമില്ലയോ അവിടെ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തമ്മിൽ കാണാൻ കഴിയും. ഇത് ആത്മീയമായിട്ട് ചിന്തിച്ചു നോക്കുക. അത്തിയല അവർ ധരിച്ചതിനെ കുറിച്ച് അങ്ങനെ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ആദാമും ഹവ്വയും അത്തിയല ധരിച്ചത്? ആരിൽ നിന്നാണ് അവൾ ഒളിക്കുന്നത്? ആ തോട്ടത്തിൽ മറ്റാരും അവിടെയില്ല. അവരുടെ നഗ്നത കാണാനായി. ഞാൻ ചിന്തിക്കുന്നു, നമ്മൾ കാര്യമാക്കാറില്ല. ഒരു മൃഗത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ച ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ ഒരിക്കലും ആ പൂച്ച നിങ്ങളുടെ നഗ്നത കാണുന്നതിൽ അവരാരിൽ നിന്നാണ് ഒളിക്കാൻ ആഗ്രഹിച്ചത്? ആരിൽ നിന്നാണ് അവർ ഈ അത്തല കൊണ്ട് തങ്ങളെ മറയ്ക്കാൻ ആഗ്രഹിച്ചത്? തമ്മിലാണ്. ആദാം തന്റെ നഗ്നത തന്റെ ഭാര്യ കാണാൻ ആഗ്രഹിച്ചില്ല. ഹവ്വ അവരുടെ നഗ്നത ആദാം കാണാൻ ആഗ്രഹിച്ചില്ല. അത്ഭുതകരമാണ്. ഇത് നമ്മൾ ആത്മീയമായിട്ട് കാണുമ്പം, അത് നാം മനുഷ്യകുലത്തിലേക്ക് നോക്കിയാൽ പാപത്തിന്റെ ഫലമായിട്ട് മനുഷ്യൻ തന്നെ ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു. അവന്റെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും മറ്റുള്ളവർ കാണാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നില്ല. അവൾക്ക് ലജ്ജ തോന്നി. നാം എങ്ങനെയാണോ അങ്ങനെ മറ്റുള്ളവർ നമ്മളെ കാണുന്നതിൽ നമുക്ക് ലജ്ജ തോന്നുന്നു. കാരണം നമ്മൾ ഭയപ്പെടുന്നു, അവർ നമ്മളെ അംഗീകരിക്കില്ലെന്ന്. നമ്മൾ ദൈവത്തിൽ നിന്ന് ഒളിക്കുന്നു. കാരണം നാം ചിന്തിക്കുന്നു അവനും നമ്മളെ അംഗീകരിക്കുകയില്ല. നമ്മളായിരിക്കുന്ന പോലെ അതുകൊണ്ട് നമ്മളെ തന്നെ നാം മൂടുന്നു. അത്തിയില കൊണ്ട് മറച്ചതിന്റെ അർത്ഥം അതാണ്. അതിന്റെ ഫലമെന്ന് പറയുന്നത്, ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഒരു മുഖംമൂടി ധരിച്ചുകൊണ്ട്, ആത്മീയരാണെന്ന് അഭിനയിച്ചുകൊണ്ട്, സന്തുഷ്ടരാണെന്ന് അഭിനയിച്ചുകൊണ്ട്, എന്നാൽ ആന്തരികമായിട്ട് കാര്യങ്ങൾ വ്യത്യസ്തമാണ്. എല്ലാം ശരിയല്ലാതിരിക്കുമ്പോൾ എല്ലാം ശരി പോലെ അഭിനയിക്കുന്നു. കാരണം അവർ ഭയപ്പെടുന്നു, അവരായിരിക്കുന്നത് പോലെ ദൈവം അവരെ സ്വീകരിക്കില്ലെന്ന്. നിങ്ങൾക്കറിയോ, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും, മതപരമായിട്ടുള്ള എല്ലാ പ്രവൃത്തിയും, അതെല്ലാം ഈ അത്തിയില പോലെയാണ്.
നാം ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പം നമ്മുടെ തോൽവികളും പാപങ്ങളും പരിഹരിക്കാനായിട്ട് അതാണ് ആ അത്തിയല. ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന ചില ത്യാഗങ്ങളാകാം, ഞാൻ പോകുന്ന ചില തീർത്ഥാടനങ്ങളാകാം, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതാകാം, ഭിക്ഷക്കാർക്ക് പണം കൊടുക്കുന്നതാകാം. എൻ്റെ രക്ഷ ഞാൻ നേടിയെടുക്കുകയാണ്, പാപക്ഷമ നേടുകയാണ്. കാരണം ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള ബോധ്യം കൊണ്ട്. ഇതൊക്കെയാണ് മനുഷ്യൻ കൊണ്ടു നടക്കുന്ന അത്തിയിലകൾ. ഇതിലൂടെ അവർ ശ്രമിക്കുന്നത് ദൈവത്തിന് മുന്നിലുള്ള അവരുടെ സ്വീകാര്യത, കാരണം അവരായിരിക്കുന്നത് പോലെ ദൈവം അവരെ സ്വീകരിക്കില്ല എന്നുള്ള ചിന്ത. ഇത് തെറ്റാണെന്ന് കാണിക്കാനാണ് യേശു വന്നത്. അവൻ വന്നത് മനുഷ്യനെ കാണിക്കാൻ വേണ്ടിയാണ്. അവനെ ദൈവം വളരെ സ്നേഹിക്കുന്നു. അവൻ എങ്ങനെയാണോ അതുപോലെ അവനെ സ്നേഹിക്കുന്നു. അവനായിരിക്കുന്ന പോലെ അങ്ങ് ജീവിക്കാനല്ല, ഒരിക്കലും അങ്ങനെയല്ല. ദൈവം അതിനല്ല നമ്മളെ സ്നേഹിക്കുന്നു. നമ്മളായിരിക്കുന്ന പോലെ അവൻ നമ്മളെ സ്വീകരിച്ചതിന് ശേഷം അവൻ നമ്മളെ വ്യത്യസ്തരാക്കും. എന്നാൽ നാം ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നാം വേറെന്തോ എന്ന പോലെ അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇന്നത്തെ വിവാഹ ജീവിതത്തിലും സത്യമാണ്. ഭാര്യ ഭർത്താക്കന്മാരെ ഒരു മുഖംമൂടി ധരിച്ചുകൊണ്ട് നടക്കുന്നു. തമ്മിൽ തുറന്നു പെരുമാറാൻ കഴിയുന്നില്ല. കാരണം അവർ ചിന്തിക്കുന്നു, ഞാനായിരിക്കുന്ന പോലെ എന്റെ പങ്കാളി എന്നെ കണ്ടാൽ, എന്നിലുള്ള എല്ലാ ബലഹീനതയും കണ്ടാൽ അവൻ എന്നെ അംഗീകരിക്കില്ല, അവൾ എന്നെ അംഗീകരിക്കില്ല. അതുകൊണ്ട് ചില കാര്യങ്ങളെ എനിക്ക് എന്റെ പങ്കാളിയിൽ നിന്നും ഒളിച്ചു വെക്കേണ്ടതുണ്ട്. അങ്ങനെ അവന്റെ അംഗീകാരം നേടാം. നിങ്ങൾക്കറിയാമോ, നമുക്ക് വളരെ തീവ്രമായ ആഗ്രഹമുണ്ട്, ശക്തമായ ആഗ്രഹം അംഗീകാരത്തിനായിട്ട്. കാരണം നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ അംഗീകരിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിനാണ് ഈ മുഖംമൂടി. നമ്മൾ അഭിനയിക്കുന്നു. ഇതിനെല്ലാമുള്ള പരിഹാരം എന്താ? യേശുക്രിസ്തു വന്ന് ആദമോ അവയും ചെയ്ത എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി. അതിന്ന് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. ആ പരിഹാരം ഇതാണ്: ദൈവത്തിന്റെ മുമ്പിലുള്ള സ്വീകാര്യത അവൻ നമുക്ക് തന്നു. ദൈവം നമ്മെ പൂർണ്ണമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് നാം അറിയുമ്പം, അതുപോലെ തന്നെ നമ്മൾ അവന്റെ മക്കളായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ ഉള്ളപ്പോൾ തന്നെ അവൻ നമ്മെ അംഗീകരിച്ചു. അതേക്കുറിച്ച് നമുക്ക് ഉറപ്പുള്ളപ്പോൾ നമ്മളത് അവസാനിപ്പിക്കും. മനുഷ്യന്റെ അംഗീകാരം നേടുന്നത്, അതാണ് അതിനുള്ള ഉത്തരം. മനുഷ്യന്റെ അംഗീകാരത്തെ നോക്കുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ: ദൈവം നമ്മളെ അംഗീകരിച്ചു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ അംഗീകരിച്ചു എന്നുള്ള ഉറപ്പുള്ളപ്പം നിങ്ങൾ പിന്നീട് ഒരിക്കലും മനുഷ്യന്റെ അംഗീകാരത്തിനായിട്ട് നിൽക്കുകയില്ല. എല്ലാ മനുഷ്യനും വളർന്നു വരുന്നത് അരിഷ്ടതാബോധത്തിലാണ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ പല പാപത്തിൻ്റെയും അടിസ്ഥാനപരമായ കാര്യം അതാണ്. അത് കാരണമാണ് മത്സരം വിശ്വാസികളുടെ ഇടയിൽ പോലും. അസൂയ നിങ്ങൾക്കില്ലാത്ത ഒരു കാര്യം മറ്റൊരാൾക്ക് ദൈവം കൊടുക്കുമ്പം, ഇത് എല്ലാം സംഭവിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ സുരക്ഷിതത്വ ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ഉറപ്പില്ല ദൈവം എന്നിൽ സന്തുഷ്ടനാണോ എന്ന്. അനേക പ്രസംഗകർ ഇങ്ങനെ പറഞ്ഞ് ഒരു കുറ്റപ്പെടുത്തലിന്റെ പ്രസംഗം പ്രസംഗിച്ച് ഇതിലേക്ക് തള്ളിയിടുന്നു. കുറ്റപ്പെടുത്തൽ ഇതുപയോഗിച്ചാണ് അനേക കൾട്ട് നേതാക്കൾ ആളുകളെ നിയന്ത്രിച്ച് അവരോട് നിർത്തുന്നത്, അവരെ കുറ്റപ്പാടുള്ളവരാക്കി നിർത്തുക. ഒരാൾ കുറ്റബോധത്തോടെ ഇരിക്കുമ്പോൾ അവൻ ബലഹീനാവും. അവനെ നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനും കഴിയും. അതുകൊണ്ട് അനേക പ്രസംഗങ്ങളും ആളുകളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ്. നിങ്ങളെ കുറ്റപ്പാടിൽ വെക്കാൻ എന്തെങ്കിലും പറയുക. അതുകൊണ്ട് പ്രസംഗം പോകുന്നത് ആ ദിശയിലേക്കായിരിക്കും. എന്തുകൊണ്ട് നീ ചെയ്യാതിരിക്കുന്നു? ഇത് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? അവൻ കുറ്റബോധത്തിലേക്ക് വരുന്നു, അവനത് ചെയ്യുന്നു. ഇതിനെയാണ് നിർജീവ പ്രവൃത്തി എന്ന് പറയുന്നത്. അത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉയർന്നു വന്നതല്ല, സ്വാഭാവികമായിട്ടും പൊങ്ങി വന്നതല്ല, കുറ്റബോധത്തിന് അടിമപ്പെട്ട് ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് അങ്ങനെയുള്ള നിങ്ങളുടെ സേവനം വേണ്ട. നിങ്ങളുടെ കുറ്റബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ എന്റെ കൽപ്പന കാത്തുകൊള്ളുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ പരിഹാരം ദൈവത്തിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക എന്നുള്ളതാണ്. വൃക്ഷത്തിന്റെ പുറകിലേക്ക് പോവുകയോ മറ്റെന്തിന്റെയെങ്കിലും പിന്നിലേക്കല്ല, നേരെ അവന്റെ മുന്നിലേക്ക് വരിക. അതായിരുന്നു ആദം ചെയ്യേണ്ടത്. അവൻ പാപം ചെയ്ത ആ സമയത്ത് തന്നെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന്, ക്ഷമിക്കണേ, ഞാനിവിടെ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണേ. പത്രോസ് കണ്ടെത്തി ദൈവം അവനെ സ്നേഹിക്കുന്നു, അവനെ കൈക്കൊള്ളുന്നു. ആദാം ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അതിൻ്റെ ഒരു ഫലം അവൻ
അവൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി. ഒരു മനുഷ്യന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം മുറിയപ്പെടുമ്പോൾ അപ്പോൾ തന്നെ മറ്റുള്ളവരായിട്ടുള്ള ബന്ധവും മുറിപ്പെടും. അതുകൊണ്ടാണ് വേദോത്സവം ഇങ്ങനെ പറയുന്നത്, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതെന്നാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. എനിക്ക് സങ്കല്പിക്കാം, ഞാൻ ദൈവത്തെ വളരെ സ്നേഹിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അങ്ങനെയെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കരുത് കാണാത്ത ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നു. അത് അസാധ്യമാണ്. കാണപ്പെടാത്ത ദൈവത്തെ നിങ്ങൾക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഈ സഹോദരനെ സ്നേഹിക്കാതെ. അതേ കാര്യം തന്നെ നമ്മൾ ഇവിടെ കാണുന്നു. ആദാമിന് ദൈവത്തോടുള്ള ബന്ധം മുറിഞ്ഞ ആ സമയത്ത് തന്നെ അവയോടുള്ള ബന്ധവും മുറിഞ്ഞുപോയി. മുറിഞ്ഞു പോവുക മാത്രമല്ല, അവൻ അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവിടെ നമുക്ക് കാണാൻ കഴിയും, കർത്താവ് ആദാമിൻ്റെ അടുക്ക വന്നപ്പം അവനോട് ചോദിച്ചു, ആദമേ നീ എവിടെയാ? നീ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നോ? അവിടെ അവൻ പറയുന്നു, ഞാൻ നഗ്നനാണ്, ഞാൻ മറഞ്ഞിരിക്കുന്നു. അവൻ ചോദിക്കുന്നു, ആരാണ് നീ നഗ്നനാണെന്ന് പറഞ്ഞ? ഞാൻ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിച്ചോ? ആ ചോദ്യത്തിന്റെ ഉത്തരവെന്ന് പറയുന്നത് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഇവിടെ അവൻ പറയേണ്ടിയിരുന്നത് ഉണ്ട്. ശരി കർത്താവേ, ഞാനത് ചെയ്തു. ശ്രദ്ധിക്കുക, ആദാം അതല്ല പറഞ്ഞത്. പാപം അവനെ അപ്പോൾ തന്നെ കളങ്കപ്പെടുത്തി. എത്ര പെട്ടെന്ന് പാപം മനുഷ്യൽ എത്ര പെട്ടെന്നാണ് പ്രവർത്തിക്കുന്നത്. വളരെ ഗാഢമായി തന്റെ ഭാര്യയെ സ്നേഹിച്ചിരുന്നവന് അവൻ നേരത്തെ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ അവൻ ഹവ്വായെ കണ്ടപ്പോൾ ലിവിംഗ് ബൈബിളിൽ പറയുന്നത്, അവൻ പറഞ്ഞു, ഇതാണത്, ഇതിനുവേണ്ടി ഞാനും കാത്തിരുന്നത്. ഇതെന്റെ രക്തത്തിൽ നിന്ന് രക്തവും എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയുമാവുന്നു. ഇതെന്റെ ഒരു ഭാഗം തന്നെയാണ്. അവൻ അവളെ വളരെ സ്നേഹിച്ചു. അവന്റെ ഭാര്യയോടൊപ്പം അവൻ സന്തോഷിച്ചു. ഒരു പാപം കടന്നു വന്നപ്പോൾ തന്നെ അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവന്റെ ഭാര്യയോടുള്ള മുഴുവൻ മനോഭാവം വ്യത്യാസപ്പെട്ടു. അവൻ ദൈവത്തിന് നേരെ തിരിഞ്ഞ് അവന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തി. ദൈവം അവനോട് ചോദിച്ചത്, ഈ വിഷയത്തിൽ നിന്ന് കഴിച്ചോ? അവൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, ശരിയാണ് കർത്താവേ. എന്നാൽ അവൻ അങ്ങനെയല്ല പറഞ്ഞു. അവൻ പറഞ്ഞു, അത് കർത്താവേ, ഈ സ്ത്രീ ഇവളാണ് അത് എനിക്ക് തന്നത്, ഈ പഴം കഴിക്കാൻ. അതുപോലെ ഓർക്കുക, നീയാണ് ഇവളെ എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് തന്നത്. ഒരു തരത്തിൽ ദൈവമേ, നീയും കുറ്റക്കാരനാണ് ഇങ്ങനെ ഒരു ഭാര്യ എനിക്ക് തന്നതിന്. ഈ മനോഭാവം നമ്മുടെ തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. കുഞ്ഞുങ്ങളുടെ കാണും, മമ്മി ഞാൻ ചെയ്ത് കാരണം അവൾ അങ്ങനെ ചെയ്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തുകൊണ്ട്. അത് തുടങ്ങിയത് ആദാമിൽ നിന്നാണ്. ഞാൻ അത് തിന്നു എന്നുള്ളത് സത്യമാണ്, എന്നാൽ അതിന് കാരണം സ്ത്രീ എനിക്ക് തന്നുകൊണ്ടാണ്. അത് നീ ഇങ്ങനെ ഒരു സ്ത്രീയെ ഭാര്യയായി തന്നുകൊണ്ടല്ലേ. നിങ്ങൾക്കറിയാമോ, എത്രയോ വിശ്വാസികൾ, ഞാൻ അവിശ്വാസികളെ സംബന്ധിച്ചല്ല ഇപ്പം സംസാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നു അവിശ്വാസികൾക്ക് ആ സ്വഭാവം ഉണ്ട്. വീണ്ടും ജനിച്ചു എന്ന് പറയുന്നവരെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നിങ്ങളിൽ തന്നെ ഈ മനോഭാവം കണ്ടെത്തിയിട്ടുണ്ടോ? എന്ത് രക്ഷയാണ് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്? രക്ഷ എന്ന് പറയുന്നത് എല്ലാ ദുഷ്ടകാര്യങ്ങളിൽ നിന്നും, പിശാചാതന്മേൽ ഇട്ടതിൽ നിന്നും, മനുഷ്യകുലത്തിൽ വന്നു ചേർന്നത്, പിശാചാതന്മേൽപ്പെട്ട എല്ലാ പാപപ്രകൃതിയിൽ നിന്നും ഞാൻ രക്ഷിക്കപ്പെടണം. അതാണ് ശരിയായ രക്ഷ. ഇവിടെ ഒരു അരിഷ്ടകാര്യം, ആദാം പാപം ചെയ്ത ഉടനെ അവന്റെ മേലിട്ട കാര്യം, അത് മറ്റൊരാളെ കുറ്റപ്പെടുത്തുക, മറ്റൊരാളിൽ കുറ്റം ആരോപിക്കുക, മറ്റൊരാളുടെ കുറ്റമാണെന്ന് പറയുക, ദൈവത്തിൽ തന്നെ കുറ്റം കണ്ടെത്തുക. എന്തുകൊണ്ടത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ടിടയായി? വിശ്വാസികൾ അങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അത് തെളിയിക്കും അവരുടെ രക്ഷ എത്ര പരിമിതമായിരിക്കുന്നു. അത് തെളിയിക്കുന്നത് അവരിതുവരെ കണ്ടിട്ടില്ല അത് ഒരു പാപമാണെന്ന് പോലും. അത് തെളിയിക്കുന്നത് ഒരു പക്ഷേ അവർ ശരിയായ വീണ്ടും ജനം പ്രാപിച്ചിട്ടുള്ളവരേ അല്ല. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ തികഞ്ഞവരാകുന്നില്ല. അതിന് വർഷങ്ങളെടുക്കാം പൂർണ്ണതയുടെ അടുത്തെങ്കിലും എത്താൻ. എന്നാൽ ഒരു മനുഷ്യൻ വാസ്തവമായിട്ട് വീണ്ടും ജനിക്കുമ്പോൾ ഒരു കാര്യം നിശ്ചയമായിട്ടും നടക്കും. അവൻ പാപത്തോട് സെൻസിറ്റീവ് ആവും. അവൻ ഒരു പക്ഷേ പല വർഷങ്ങൾ പാപത്തെ ജയിച്ചില്ലെന്ന് വരാം. എന്നാൽ അവൻ തെന്നി വീഴുമ്പം അവൻ അതിനെക്കുറിച്ച് അറിയാം. അവൻ മറ്റാരെയും അതിനായിട്ട് കുറ്റപ്പെടുത്തത്തില്ല. ആ കുറ്റം അവൻ ഏറ്റെടുക്കും. ഞാൻ വിശ്വസിക്കുന്നു അനേക ക്രിസ്ത്യാനികളെ അവരുടെ ജീവിതത്തിൽ പാപത്തിന്മേൽ ജയമില്ലാതിരിക്കുന്നത് അതിന് കാരണം അവർ പലപ്പോഴും അവരുടെ തെറ്റിന്റെ കുറ്റം ഏറ്റെടുക്കത്തില്ല.
അവർ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തും. നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം നാം രക്ഷപ്പെടില്ല. ഒരു കഥ പറയുന്ന പോലെ ഒരു രാജാവ് ഒരു ജയിലിലേക്ക് പോയി. അവന്റെ ജന്മദിനത്തിൽ തന്റെ ജന്മദിനത്തിൽ ചില ജയിൽ പുള്ളികളെ രക്ഷിക്കാനായിട്ട് അവൻ ആഗ്രഹിച്ചു. സത്യത്തിൽ അവിടെയുള്ള എല്ലാവരെയും തുറന്നുവിടാൻ അവൻ ആഗ്രഹിച്ചു. തന്റെ ജന്മദിന സമ്മാനമായി അവരെ തുറന്നുവിടുന്നതിന് മുമ്പേ അവൻ ആ ജയില് സന്ദർശിച്ചു. അവരെന്തുകൊണ്ടാണ് ഈ ജയിലിൽ വന്നെന്ന് അവരോട് സംസാരിക്കാനായിട്ട് അവൻ തീരുമാനിച്ചു. അവനങ്ങനെ ആദ്യ മുറിയിലേക്ക് ചെന്നു. അവൻ ആ മനുഷ്യനോട് ചോദിച്ചു, നീ എങ്ങനെയാ ജയിലിൽ വന്നത്? അവൻ പറഞ്ഞു, ശരിക്കും എൻ്റെ കുഴപ്പം കൊണ്ടല്ലേ ഞാനിവിടെ വന്നു. എൻ്റെ മേലെ കുറ്റം തെറ്റായി ആരോപിച്ചാണ്. എനിക്കതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ ഞാനിവിടെ വന്നു. അവൻ രണ്ടാമത്തെ സെല്ലിലേക്ക് ചെന്നു. അവനും ഒരു ഒഴിവുണ്ടായിരുന്നു. അത് ഇതുപോലെയാണ്. ആ തെറ്റ് ചെയ്തവന്റെ മുഖം എൻ്റെ മുഖം പോലെ ആയിരുന്നു. അവന് പകരം എന്നെ പിടിച്ചു. വേറൊരാൾ പറഞ്ഞു, ന്യായാധിപന്റെ തെറ്റിദ്ധാരണ മുഖാന്തരം എല്ലാവർക്കും ഒഴിവുകളുണ്ടായിരുന്നു. അവരെല്ലാവരും അവരുടെ ഹൃദയപ്രകാരം നല്ല ആളുകളായിരുന്നു. അവർ രാജാവിനോട് പറഞ്ഞു, ഞങ്ങളോട് വരേണ്ടവരല്ല. എന്നാൽ അവസാന സെല്ലിൽ അവൻ വന്നപ്പം ആ സെല്ലിലുള്ള തടവുപുള്ളി പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ തെറ്റുകാരനാണ്, ഒത്തിരി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പിടിക്കപ്പെട്ടു, ഞാൻ ഈ ജയിലിൽ കിടക്കേണ്ട ഒരാൾ തന്നെയാണ്. അങ്ങനെ രാജാവ് ജയിലധികാരിയോട് തമാശ പരിഹാസ രൂപേണ ഇങ്ങനെ പറഞ്ഞു. അവൻ പറഞ്ഞു, നിന്റെ ഈ ജയിലിൽ ഒത്തിരി നല്ല ആളുകളുണ്ടല്ലോ, ഒരു കുറ്റവും ചെയ്യാത്ത ഒത്തിരി ആളുകൾ, മിക്കവാറും എല്ലാവരും. എന്നാൽ ഒരാള് അവൻ മോശക്കാരനാണെന്ന് പറയുന്നു, ഒരാൾ മാത്രം. ഈ നല്ല ആളുകളുടെ ഇടയിൽ ഈ മോശക്കാരനെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവനെ തുറന്നു വിടുക, അവൻ പോട്ടെ, ഈ നല്ല ആളുകളെ അവൻ നശിപ്പിക്കാതിരിക്കട്ടെ. അങ്ങനെ ആ മനുഷ്യനെ തുറന്നു വിട്ടു. എന്തുകൊണ്ടാണ് അവനെ തുറന്നു വിട്ടത്? അതിന്റെ തത്വം അവൻ സമ്മതിച്ചു, ഞാൻ തെറ്റുകാരനാണ്. ആദമന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് കാണാം, ദൈവം ഹവയോട് ചോദിക്കുമ്പോൾ, നീ ഇത് ചെയ്തോ? അവളും കുറ്റം ഏറ്റെടുക്കുന്നില്ല. അവൾ പറയുന്നത് പിശാചാണ്. സഹോദരി സഹോദരന്മാരെ, ഇത് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഈ സ്വഭാവം ഉള്ളിടത്തോളം കാലം സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുക, നിങ്ങൾ വളർന്നു വന്നതിനെ കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കളെ കുറ്റം പറയുക, നിങ്ങളുടെ തോൽവികൾക്ക് മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തുക, നിങ്ങൾ തന്നെ അത് ഏറ്റെടുക്കാതെ പൂർണ്ണ രക്ഷ നിങ്ങൾ ഒരിക്കലും അനുഭവിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, 47 വർഷമായി ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ വളരെ 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 ചുരുക്കം വിശ്വാസികളെ, തങ്ങളുടെ സ്വന്തം തെറ്റിന്റെ കുറ്റം സമ്മതിക്കുന്നവരെ ഞാൻ ഒത്തിരി ക്രിസ്ത്യാനികളെ കണ്ടിട്ടുണ്ട്. അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, തങ്ങളെ തന്നെ നീതീകരിക്കും. യേശുക്രിസ്തുവിന്റെ അടുക്കൽ തൂങ്ങിക്കിടന്ന ആ കള്ളനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. എന്താണ് അവനെ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോയത്? അതൊരു കാര്യമായിരുന്നു. ക്രൂശീകരണമായിരുന്നു ഏറ്റവും മോശം ശിക്ഷ. റോമൻ പടയാളികൾ ആർക്കെങ്കിലും കൊടുക്കുന്നു. സാധാരണ ഏറ്റവും മോശപ്പെട്ട ആളുകൾക്കാണ് അത് കൊടുക്കുന്നത്. അവരെ കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ലാത്തവര്. അല്ലാത്ത കുറ്റവാളികൾക്ക് ചെറിയ ശിക്ഷയാണ് കൊടുക്കാറ്, കുറച്ച് വർഷങ്ങളെ ജയില്. എന്നാൽ വളരെ മോശം ആളുകൾക്ക് അവരെ ക്രൂശിൽ തറയ്ക്കും. അങ്ങനെ ഈ കള്ളന്മാർ ക്രൂശിൽ തൂങ്ങിക്കിടന്നപ്പം ഒരാളെ യേശുവിന് നേരെ തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്ക്. ലൂക്കോസ് 23:39. അവൻ പറയുന്നത്, എന്നെ രക്ഷിക്കൂ, ഞാനിവിടെ കിടക്കേണ്ട ഒരാളല്ല, ഒരു വർഷം കുറച്ചു നാള് ജയിലില്, എന്നാൽ ഒരിക്കലും ഞാൻ ക്രൂശിക്കപ്പെടേണ്ട ഒരാളല്ല. എന്നാൽ മറ്റേ കള്ളൻ അവൻ പറഞ്ഞു, നിനക്കെങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയും? അവൻ പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ നാം, ലൂക്കോസ് 23:41, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായത് അല്ലോ നമുക്ക് കിട്ടുന്നത്. അവൻ ആദമിൽ നിന്ന് എത്ര വ്യത്യസ്തരായിരുന്നു. എന്നാൽ മറ്റേ കള്ളൻ, അവൻ ആദാമിനെ പോലെ തന്നെയായിരുന്നു. അവൻ തെറ്റുകാരനല്ല, അവനൊരു ശിക്ഷ അനുഭവിക്കേണ്ടവനല്ല. എന്നാൽ ഈ കള്ളൻ പറഞ്ഞു, ഞാൻ ക്രൂശിൽ മരിക്കേണ്ടവനാണ്, ഞാൻ അർഹിക്കുന്നത് കുറച്ച് കാലം ജയിലിൽ കിടക്കല്ല, ഞാൻ ക്രൂശിൽ മരിക്കേണ്ടവനാണ്, കാരണം ഞാൻ അത്രമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? ആ ദിവസം അവൻ പറുദീസയിലേക്ക് പോയി. പറുദീസ ദൈവം സൃഷ്ടിച്ചത് തങ്ങളുടെ കുറ്റം ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടിയാണ്. ആദം തന്റെ തെറ്റിന്റെ കുറ്റം ഏറ്റെടുക്കാഞ്ഞുകൊണ്ടാണ് അവനെ പറുദീസയിൽ നിന്ന് പുറത്താക്കിയത്.
എന്നാൽ കള്ളൻ പറുദീസയിലേക്ക് പോയ തന്റെ കുറ്റം ഏറ്റെടുത്തതുകൊണ്ടും. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്ന പരീശന്റെയും ചുങ്കക്കാരന്റെയും കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പരീശൻ പ്രത്യക്ഷപ്പെടുന്നത് തന്നിൽ ഒരു കുറവില്ലാത്തവരെ പോലാണ്. അവൻ പറഞ്ഞു, ഞാനൊരു നല്ല ആളാണ്, മറ്റുള്ളവരൊക്കെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. അവൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി. ഇവൻ വ്യഭിചാരിയാണ്, അവൻ കള്ളനാണ്, മറ്റുള്ളവൻ അങ്ങനെയാണ്. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ നോക്ക്, അവൻ വേറൊരു കള്ളനാണ്. എന്നാൽ ഞാൻ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ പല കാര്യങ്ങളും. എന്നാൽ അവിടെ നിൽക്കുന്ന പാപിയ മനുഷ്യൻ, അവൻ സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ കഴിയാതെ അവൻ പറഞ്ഞ, കർത്താവ് എനിക്കൊന്നും പറയാനില്ല, ഞാനൊരു പാപിയാണ്, 100% ഞാനാണ് കുറ്റക്കാരൻ, ഞാൻ എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നത് മറ്റാരെയും ഞാൻ തന്നെയാണ്. യേശു പറഞ്ഞു, ആ മനുഷ്യൻ നീതീകരിക്കപ്പെട്ടവനായി തൻ്റെ വീട്ടിലേക്ക് പോയി, ആ കള്ളൻ പറുദീസയിലേക്ക് പോയതുപോലെ. എന്നാൽ മറ്റേ ആൾ, അവൻ ചിന്തിച്ചു അവൻ മറ്റുള്ളവരെക്കാൾ ഭേദപ്പെട്ടവനാണെന്ന്, അവൻ നീതിമാനാണെന്ന് അവനിൽ തന്നെ വിശ്വസിച്ചു. എന്നാൽ അവൻ തള്ളപ്പെട്ടു. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന വലിയൊരു പാഠമാണിത്. 3-ാം അധ്യായത്തിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, കൂട്ടായ്മയുടെ വലിയ ശക്തിയാണത്. വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, ആദമും ഹവ്വയും ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ, പിശാച് അവളോട് സംസാരിക്കുന്ന സമയം ആദമിനോടും ഹവയോടും സംസാരിക്കുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുകയും ആദം ഹവയുടെ തലയെന്ന നിലത്തിൽ അതിന് മറുപടി പറയുകയും ചെയ്തിരുന്നെങ്കിൽ അവിടെ പാവം ഉണ്ടാകില്ലായിരുന്നു. കൂട്ടായ്മയിൽ ശക്തിയുണ്ട്. ഒരുവനേക്കാൾ നല്ലത് 20 ആണെന്ന് സഭാപ്രസംഗത്തിൽ നാം വായിക്കുന്നു. ഒരാൾ വീണാൽ അടുത്തയാൾക്ക് അവനെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. ശത്രു വരുമ്പം 2 പേർ ഒരുമിച്ച് നിന്നാൽ അവനെ എതിർക്കാനും തോൽപ്പിക്കാനും കഴിയും. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ നാം പഠിക്കുന്ന മറ്റൊരു കാര്യം അതാണ്, കൂട്ടായ്മയ്ക്ക് ഒരു ശക്തിയുണ്ട്. കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുക മറ്റുള്ളവരുമായി. യേശുക്രിസ്തു പറഞ്ഞു, 2 or 3 പേര് ഒരുമിച്ച് കൂടുമ്പം ഞാൻ അവരുടെ മധ്യമുണ്ട്. ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം എപ്പം 2 വിശ്വാസികൾ ആത്മാവിൽ ഒന്നാകുമ്പോൾ, തമ്മിൽ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യവുമില്ലാതെ ഇരിക്കുമ്പോൾ ദൈവത്തിന് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് പിശാച് വിശ്വാസികൾ ഒന്നാകുന്നതിനെതിരെ ശക്തമായി പോരാടുന്നത്. അവൻ പറയും, നിങ്ങളെ ഒന്നാകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരുമിച്ച് ഒരേ അഭിപ്രായമുള്ളവരായിരിക്കണം. മറ്റുള്ളവരുമായിട്ടുള്ള എൻ്റെ കൂട്ടായ്മ ഉപദേശങ്ങളിലുള്ള ഐക്യമല്ല, അത് നമ്മുടെ കർത്താവായ യേശുവിനോടുള്ള ഭക്തിയുടെയും സ്നേഹത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അവിടെ ആദവും ഹവ്വയും ഒരുമിച്ചായിരുന്നെങ്കിൽ അവർ വീഴുകയില്ലായിരുന്നു. അവിടെ ഹവ്വ പിശാചിനോട് സംസാരിക്കുമ്പോൾ, നിക്ക് ഹവ്വയെ, നീ ഓർക്കുന്നില്ലേ ദൈവം നമ്മളോട് പറഞ്ഞത് ആ വൃക്ഷത്തിൽ നിന്ന് കഴിക്കലെന്ന്? അങ്ങനെ അവർ തമ്മിൽ ഓർപ്പിച്ചിരുന്നെങ്കിൽ പിശാചിന്റെ ആ ചതിയിൽ നിന്ന് അവർക്ക് തമ്മിൽ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഒരു ഭാര്യയും ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുക. ഒന്നാകാനായിട്ട് ശരിക്കും ആഗ്രഹിക്കുന്നെങ്കിൽ, തമ്മിൽ ശ്രദ്ധിക്കുന്നെങ്കിൽ, തമ്മിൽ മുന്നറിയിപ്പ് നൽകുന്നെങ്കിൽ ആ കുടുംബത്തിൽ എത്ര വലിയ ശക്തി ഉണ്ടായിരിക്കും. എന്നാൽ പിശാച് ഇത് ഉറപ്പിച്ചിരിക്കുകയാണ്, അത് സംഭവിക്കരുതെന്ന്. അങ്ങനെ നാം ഇവിടെ കാണുന്നു വീഴ്ച എങ്ങനെയാണ് സംഭവിച്ചെന്ന്. നമുക്ക് കാണാം, കർത്താവ് പാമ്പിനെ ശപിച്ചു, അവൻ നിലത്തെ ശപിച്ചു, അവൻ സർപ്പത്തെ ശപിച്ചു. എന്നാൽ ആദമിനെ ഹവ്വയെ അവൻ ശപിച്ചില്ല. ദൈവം തന്റെ മക്കൾക്കായി അവരുടെ വീഴ്ചയ്ക്ക് ഒരു പരിഹാരം കണ്ടിരുന്നു. അവിടെ നിന്ന് പഠിക്കുന്ന മനോഹരമായ ഒരു പാഠമാണത്. ദൈവത്തിന്റെ അത്ഭുതകരമായ കരുതൽ. മനുഷ്യൻ തോറ്റ സ്ഥാനത്ത് പോലും അവൻ പറഞ്ഞു, ശരി ആദാമേ, നിന്നെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് ഒരു നല്ല വാർത്ത നിന്നോട് പറയാം. നിന്റെ രക്ഷയ്ക്കായിട്ട് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. സ്ത്രീ ഒരു ദിവസം ഒരു കുഞ്ഞിനെ ജനിപ്പിക്കും, ഒരു മകനെ. നിന്നെ വഞ്ചിച്ച പിശാചിന്റെ തല അവൻ തകർക്കും. യേശു വന്നപ്പോൾ അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് നമുക്ക് ഈ രക്ഷ അനുഭവിക്കാൻ കഴിയും. ആദാമിന്റെ പാപത്തിൽ കൂടി ഉണ്ടായ എല്ലാ കാര്യത്തിനും. എന്നാൽ 33-ാം അധ്യായത്തിൽ നമുക്ക് പാഠം പഠിക്കാൻ കഴിയും. നാം തോറ്റു കഴിയുമ്പോൾ പോലും നിങ്ങൾ സത്യസന്ധമുള്ളവരാണെങ്കിൽ ദൈവത്തിന് നമ്മെ അവിടെ നിന്ന് ഉയർത്താനായിട്ട് കഴിയും. നമ്മുടെ തോൽവികൾക്ക് പോലും അവനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. നമ്മൾ വീഴുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീഴുമെന്ന് അവൻ അറിയാമായിരുന്നു. എന്തൊരു വലിയ രക്ഷയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.